നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രകൃതിയോട് ഇഴചേർന്ന ആചാരാനുഷ്ഠാനങ്ങളുള്ള ദക്ഷിണകാശി എന്ന പ്രസിദ്ധമായ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തെക്കുറിച്ച് അറിയാം. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ വാങ്മയീ നദിക്കരയിലെ കാനനഭൂമിയിൽ മനുഷ്യൻ പ്രകൃതിയിലേക്ക് ചേർന്ന് നടത്തുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം തന്നെയാണ് ഈ വൈശാഖോത്സവം. ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള 28 ദിവസങ്ങളാണ് ഈ യാഗഭൂമി ഉണരുന്നത്. ഇടവത്തിലെ ചോതി നക്ഷത്രത്തിൽ നെയ്യാട്ടത്തോടെ ആരംഭിക്കുന്ന ഈ ഉത്സവം തൃക്കലശാട്ടത്തോടെയാണ് അവസാനിക്കുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടുത്തെ വൈശാഖോത്സവത്തിന്റെ പൂജകൾക്കെല്ലാം തന്നെ. വയനാട് ജില്ലയോട് ചേർന്ന് കണ്ണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വാങ്മയീ നദിയുടെ വടക്കു ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ എന്നും തെക്കു ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ എന്നും 2 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അക്കരെ കൊട്ടിയൂരാണ് ഈ വൈശാഖോത്സവം എന്ന മഹായാഗം നടക്കുന്നത്. ആരാധനാ സങ്കല്പത്തിലുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇക്കരെ കൊട്ടിയൂരാണ്. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന സമയം ഇക്കരെ കൊട്ടിയൂരിലെ ശിവക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാകാറില്ല. തൃച്ചെറുമന്ന, വടക്കീശ്വരം, വടക്കുംകാവ് എന്നീ പേരുകളിലൊക്കെ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. കൊട്ടിയൂരിന്റെ ചരിത്രം അന്വേഷിച്ചാൽ പുരാണ കഥകളിലാണ് നമ്മൾ എത്തി നിൽക്കുക. ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ പ്രജാപതിയുടെ യാഗഭൂമിയായിരുന്നു അത്രേ കൊട്ടിയൂർ. ത്രിമൂർത്തികളും 30 കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലം. ഒരു വൈശാഖ കാലത്താണത്രേ ദക്ഷപ്രജാപതി യാഗം നടത്തിയത്. ദക്ഷപ്രജാപതിയുടെ പുത്രിയായ സതീദേവി വിവാഹം ചെയ്തത് ശ്രീ പരമേശ്വരനെയാണല്ലോ. ഒരിക്കൽ ബ്രഹ്മദേവന്റെ മാനസപുത്രരായ പ്രജാപതികളെല്ലാവരും കൂടി ലോക നന്മയ്ക്കായിക്കൊണ്ട് ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ എല്ലാ ദേവന്മാരും ഋഷിമാരും മറ്റ് അഭിവന്ദ്യരായിട്ടുള്ള എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. ഇവിടെ ഏറ്റവും അവസാനം എത്തിച്ചേർന്നത് പ്രജാപതികളിൽ മുഖ്യനായിട്ടുള്ള ദക്ഷപ്രജാപതിയായിരുന്നു. അദ്ദേഹം യാഗശാലയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചു അത്രേ. എന്നാൽ ബ്രഹ്മാവും പരമശിവനും മാത്രം എഴുന്നേറ്റ് നിന്നില്ല. ബ്രഹ്മാവ് സ്വന്തം അച്ഛനാണല്ലോ, അപ്പൊ അച്ഛനായതുകൊണ്ട് അടുത്തു ചെന്ന് അനുഗ്രഹം വാങ്ങി. എന്നാൽ തൻ്റെ ജാമാതാവായ ശ്രീ പരമേശ്വരൻ തന്നെ ബഹുമാനിച്ചില്ല എന്നത് അദ്ദേഹത്തിന് അപമാനകരമായി തോന്നി. ശ്രീ പരമേശ്വരന്റെ ഔന്നത്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹം അപ്പോൾ തീരെ ഓർത്തില്ല. അവിടെ വെച്ച് തന്നെ ദക്ഷൻ ശിവനെ അപമാനിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പരമേശ്വരന് യാഗത്തിന്റെ ഹവിർഭാഗം നീക്കിവെക്കേണ്ടതില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ശിവനെ അപമാനിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ മറ്റൊരു പുത്രനായ ഭൃഗു മഹർഷി അത് കണ്ട് രസിച്ച തൻ്റെ താടിയിൽ തലോടിക്കൊണ്ട് ആസ്വദിക്കുകയായിരുന്നു അത്രേ. അതുപോലെ തന്നെ ആദിത്യന്മാരിൽ ഒരാളായ പുഷാവ് തൻ്റെ പല്ലുകൾ കാട്ടി ചിരിച്ചു അത്രേ. അതുപോലെ ഭഗന്റെ കണ്ണുകളും സന്തോഷത്താൽ തിളങ്ങി നിന്നിരുന്നു അത്രേ. ഇങ്ങനെ ആ യാഗാന്തരീക്ഷം ആകെ കലുഷിതമായപ്പോൾ ശിവൻ ആ യാഗത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തുപോയി. ഇത്തരത്തിൽ തന്നെ അപമാനിച്ചു പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് എന്നൊന്നും പത്നിയായ സതീദേവിയെ അറിയിച്ചതുമില്ല. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ദക്ഷപ്രജാപതിക്ക് ശിവനോടുള്ള ദേഷ്യം കൂടുകയല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പ്രജാപതികളെല്ലാവരും കൂടി ലോക നന്മയ്ക്കായിക്കൊണ്ട് ബൃഹസ്പതി സവം എന്നൊരു യാഗം നടത്താൻ തീരുമാനിച്ചു. അതിൽ മുഖ്യനായിട്ട് ദക്ഷപ്രജാപതിയെ
നിയമിക്കുകയും ചെയ്തു. ആ യാഗത്തിലേക്ക് ശ്രീ പരമേശ്വരനും പത്നിയായ സതീദേവിക്കും ഒഴിച്ച് മറ്റെല്ലാവർക്കും ക്ഷണം ലഭിച്ചിരുന്നു. ഈ യാഗത്തെക്കുറിച്ച് എങ്ങനെയോ മറ്റ് പലരും പറഞ്ഞ് സതീദേവി അറിയാൻ ഇടയായി. അങ്ങനെ ശ്രീ പരമേശ്വരനോട് യാഗത്തിന് പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം തടഞ്ഞു. ക്ഷണിക്കാത്ത സ്ഥലത്ത് പോകുന്നത് അപമാനത്തിന് ഇടയാക്കും എന്ന് പറഞ്ഞു. തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പ്രത്യേകം ക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് സതീദേവി നിർബന്ധം പിടിച്ചു. അങ്ങനെ നിവൃത്തിയില്ലാതെ ശ്രീ പരമേശ്വരൻ സമ്മതിക്കുകയാണ്. അങ്ങനെ യാഗശാലയിലേക്ക് എത്തിയ സതീദേവിയെ അച്ഛനായ ദക്ഷൻ കണ്ട ഭാവം നടിച്ചില്ല. ദക്ഷനോടുള്ള ഭയം കൊണ്ട് തന്നെ ആരും സതീദേവിയോട് സംസാരിച്ചുമില്ല. എങ്കിലും യാഗം കാണാനായിട്ട് അവിടെ ഒരു ഭാഗത്ത് സതീദേവി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഹവിർഭാഗം ശ്രീ പരമേശ്വരനെ മാറ്റിവെച്ചിട്ടില്ല എന്ന് കാണുന്നത്. ഇത് അച്ഛനോട് ചോദിച്ച സതീദേവിയെ ദക്ഷൻ പരിഹസിക്കുകയും തൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീ പരമേശ്വരനെ വല്ലാതെ അവഹേളിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് വളരെ മനസ്സു വേദനിച്ച സതീദേവി ദക്ഷനോട് പറയുകയാണ്, ആദ്യന്തരഹിതനും മംഗളരൂപിയുമായിട്ടുള്ള മഹാദേവനെ ഇത്രയധികം അപമാനിച്ച അങ്ങ് എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നത് പോലും എനിക്ക് അപമാനമാണ്. എന്നെ ദാക്ഷായണി എന്ന് വെച്ചാൽ ദക്ഷന്റെ പുത്രി എന്നാണ് അർത്ഥം എന്ന് പലരും വിളിക്കാറുണ്ട്. ആ പേര് കേൾക്കുന്നതിൽ പരം അപമാനം എനിക്ക് ഇനി വേറെ ഇല്ല. അതിനാൽ ഞാൻ എൻ്റെ ശരീരം ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് യോഗശക്തി കൊണ്ട് സതീദേവി തൻ്റെ ശരീരം അവിടെ ഉപേക്ഷിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞ പരമശിവൻ ഏറ്റവും ക്രോധത്തോടുകൂടി തൻ്റെ ജട പിടിച്ച് നിലത്തടിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടായ വീരഭദ്രൻ എന്ന സേനാനായകൻ ഭൂതഗണങ്ങളോടുകൂടി യാഗശാലയിലെത്തിയിട്ട് യാഗം നശിപ്പിക്കുകയാണ്. ദേവന്മാരെ പലരെയും ആട്ടി ഓടിച്ചു. ദക്ഷ പ്രജാപതിയെ അവിടെ പിടിച്ചു കെട്ടി. പണ്ട് ദക്ഷ പ്രജാപതി ശ്രീ പരമേശ്വരനെ അപമാനിച്ചപ്പോൾ താടി ഒഴിഞ്ഞുകൊണ്ട് രസിച്ചിരുന്ന ഭൃഗു മഹർഷിയുടെ താടി രോമങ്ങൾ വീരഭദ്രൻ പിഴുതെടുത്തു അത്ര. അതുപോലെ അന്ന് ചിരിച്ചിരുന്ന പുഷാവ് എന്ന ആദിത്യൻ അദ്ദേഹത്തിൻ്റെ പല്ല് തല്ലി കൊഴിച്ച് ഹോമകുണ്ഡത്തിലിട്ടു. സന്തോഷിച്ച് കണ്ണുകളിൽ സന്തോഷം തിളങ്ങിയിരുന്നിരുന്ന ആ ഭഗന്റെ കണ്ണുകളെ ചൂഴ്ന്നെടുത്തിട്ട് ഹോമകുണ്ഡത്തിലിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ദക്ഷന്റെ തല പിഴുതെടുത്തിട്ട് ഹോമകുണ്ഡത്തിലിട്ടു. അങ്ങനെ യാഗം മുടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും കോപം ശമിക്കാതെ താണ്ഡവമാടുന്ന ശിവനെ മഹാവിഷ്ണുവാണ് സമാധാനിപ്പിക്കുന്നത്. അത് വേറൊരു കഥയുണ്ട് അവിടെ. ഇവിടെ ബ്രഹ്മാവും മറ്റു ദേവന്മാരൊക്കെ കൂടി ഈ യാഗം മുഴുമിപ്പിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്നൊക്കെ ശ്രീ പരമേശ്വരനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ശിവനോട് എല്ലാവരും ചേർന്ന് മാപ്പ് അപേക്ഷിക്കുകയാണ്. ദക്ഷപ്രജാപതിയുടെ തല ഹോമകുണ്ഡത്തിൽ ദഹിച്ചു പോയതുകൊണ്ട് ശിവന്റെ നിർദ്ദേശപ്രകാരം തന്നെ യാഗത്തിനായിട്ട് കെട്ടിയിട്ടിട്ടുള്ള ആടിൻ്റെ തല കൊണ്ടുവന്ന് അത് കഴുത്തിൽ ചേർത്ത് വെച്ചിട്ടാണ് ദക്ഷനെ ജീവിപ്പിച്ചത്. അഹങ്കാരം നശിച്ച ദക്ഷപ്രജാപതി ശ്രീ പരമേശ്വരനോട് തൻ്റെ അപരാധത്തിന് ക്ഷമ ചോദിക്കുകയും ആ യാഗത്തിൽ ഹവിർഭാഗം ശിവന് നൽകുകയും ചെയ്ത് യാഗം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായിട്ട് ഉയർന്നു വന്നു അത്രേ. അതാണ് ഇവിടെ ശിവചൈതന്യമായിട്ട് ആരാധിക്കുന്ന കൊട്ടിയൂർ പെരുമാൾ. ഇതാണ് ഈ വൈശാഖോത്സവത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയപ്പെടുന്നു. അങ്ങനെ യാഗത്തിന് മുടക്കം വന്ന ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഇവിടം ഒരു കൊടുങ്കാടായിട്ട് മാറി. കുറേ കാലങ്ങൾക്ക് ശേഷം കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു താമസ സ്ഥലമായിട്ട് മാറി ഈ കാട്. ഒരിക്കൽ ഒരു കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടാനായിട്ട് ഇവിടെയുള്ള ഒരു കല്ലിൽ ഉരച്ചു നോക്കിയിത്ര. അപ്പോൾ ആ കല്ലിൽ നിന്നും രക്തം പോലൊരു ദ്രാവകം വന്നു എന്നാണ് പറയുന്നത്. അത് കണ്ട്
അവിടെ അടുത്തുള്ള പടിഞ്ഞേറ്റ ഇല്ലത്ത് പോയി പറഞ്ഞു എന്നും അവിടെയുള്ളവര് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാവുകയും ഉടൻ തന്നെ കൂവയിലയില് കലശം ആടി എന്നാണ് ഐതിഹ്യം. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഭണ്ഡാരം എഴുന്നള്ളത്ത് മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവമായിട്ട് കണക്കാക്കുന്നു. മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവമാണ് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ത്രിമൂർത്തികൾ അതുപോലെ മറ്റു ദേവന്മാർ എല്ലാവരും കൂടിച്ചേർന്ന സ്ഥലമായതുകൊണ്ട് ഇത് കൂടിയൂര് എന്നാണത്രേ ആദ്യം പറഞ്ഞിരുന്നത്. അത് പിന്നീട് കൊട്ടിയൂർ എന്നായി മാറി എന്നാണ് പറയപ്പെടുന്നത്. അപൂർവവും അതുപോലെ വ്യത്യസ്തവുമായ പൂജാരീതികളും ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെയാണ് അത്രേ ഇവിടുത്തേത്. വാങ്മയി നദിയുടെ അല്ലെങ്കിൽ വാവലിപ്പുഴയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ക്ഷേത്ര സങ്കല്പത്തിലുള്ള ആ ആരാധനാലയമായിട്ടുള്ള തൃച്ചെറുമന്ന എന്ന ഇക്കരക്കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. വാവലിപ്പുഴയുടെ വടക്കു ഭാഗത്ത് ഉള്ള യാഗഭൂമിയായ അക്കരക്കൊട്ടിയൂരിന് ഒരു തപോവനത്തിന്റെ ഛായയാണ്. വാവലിയിൽ നിന്നുള്ള വെള്ളമൊഴുകി ഒരു ചെറിയ ജലാശയമായിരിക്കുന്നതാണ് തിരുവഞ്ചിറ. ഈ തിരുവഞ്ചിറ എന്ന ജലാശയത്തിന് മധ്യത്തിലായി ആ പുഴയിലെ കല്ലുകൾ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ഇടമാണ് മണിത്തറ എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് ശൈവ ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്വയംഭൂ കുടികൊള്ളുന്നത്. ഇതിന് അടുത്തായി തന്നെ ഭഗവതി സാന്നിധ്യമുള്ള അമ്മാറക്കൽത്തറ സ്ഥിതി ചെയ്യുന്നുണ്ട്. അമ്മ മറഞ്ഞ സ്ഥലമാണത്രേ അമ്മാറക്കൽത്തറ എന്ന് പറയുന്നത്. ഇവിടെയാണ് സതീദേവി ദേഹത്യാഗം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു ആൽത്തറയുമാണ് ഉള്ളത്. ഈ ദേവസ്ഥാനങ്ങളെ മറച്ചുകൊണ്ട് തിരുവഞ്ചിറയില് താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് വൈശാഖോത്സവം നടത്തുന്നത്. ഈ ജലാശയത്തിലൂടെ നടന്നാണ് ക്ഷേത്ര പ്രദക്ഷിണവും ശീവേലിയും ഒക്കെ നടക്കുന്നത്. ദക്ഷയാഗ സമയത്ത് തൻ്റെ വാൾ കൊണ്ട് വീഴ്ത്തിയ രക്തം ഒഴുകി ഉണ്ടായതാണത്രേ ഈ രുധിരഞ്ചിറ. ഈ രുധിരഞ്ചിറയാണ് പിന്നീട് തിരുവഞ്ചിറ എന്ന് ആയി മാറിയത് എന്നാണ് ഐതിഹ്യം. ഈ തിരുവഞ്ചിറയ്ക്ക് ചുറ്റും കൽപ്പടവുകളുണ്ട്. അതിന് ചുറ്റുമാണ് ഓല കൊണ്ട് മേഞ്ഞ കുറെ പർണശാലകൾ പോലെയുള്ള കയ്യാലകൾ. താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഈ കയ്യാലകള് ഓല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പണ്ട് ഓടയിലകളായിരുന്നു അത്രേ ഉപയോഗിച്ചിരുന്നത്. ഈ മണിത്തറയിൽ മേയുന്നത് ഞെട്ടിപ്പനയോല കൊണ്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്തേക്ക് മാത്രമായിട്ടാണ് ഇവിടെ ഈ താൽക്കാലികമായി ഇതൊക്കെ കെട്ടിയുണ്ടാക്കുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ ക്ഷേത്രത്തിലെ പൂജകളെല്ലാം ചിട്ടപ്പെടുത്തിയതും ക്രമീകരിച്ചതുമൊക്കെ ശ്രീമദ് ശങ്കരാചാര്യരാണ് എന്നാണ് പറയപ്പെടുന്നത്. വിവിധ സമുദായത്തിൽ പെട്ടവർക്കെല്ലാം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഈ ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ജാതി വ്യത്യാസമൊന്നും ഇവിടെ ഒരു തടസ്സമല്ല എന്നത് തന്നെയാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മേടമാസത്തിൽ ഈ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പ്രാക്കൂഴം കൂടുക എന്നാണ് പറയുക. ഈ ഉത്സവ ചടങ്ങുകളുടെ അവകാശികളും അധികാരികളും അന്നു മുതൽ വ്രതം ആരംഭിക്കും എന്നാണ് പറഞ്ഞു കേട്ടത്. നീരെഴുന്നള്ളത്ത് സംഘം ഇക്കരക്കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ അതുപോലെ ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ വനപാതകളിലൂടെ സഞ്ചരിച്ച് കൂവപ്പാടത്ത് എത്തുമ്പോഴേക്കും ഒറ്റപ്പിലാൻ എന്ന കുറിച്ച സ്ഥാനികനും മറ്റ് അവകാശികളും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടെ നിന്നും കൂവയില പറിച്ചെടുത്ത് വാവലിപ്പുഴയിൽ മുങ്ങി കൂവയിലയിൽ വാവലി തീർത്ഥം ശേഖരിച്ച് അക്കരക്കൊട്ടിയൂരെത്തി ആ ദേവസ്ഥാനത്ത് സ്വയംഭൂവിലും മണിത്തറയിലും തെളിച്ച് ശുദ്ധി വരുത്തും. പിന്നെ ചോതി നാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെ ഉത്സവം ആരംഭിക്കുകയായി.
അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ എഴുന്നള്ളിച്ച് ഇക്കര കൊട്ടിയൂരെത്തും. ദക്ഷയാഗ സമയത്ത് വീരഭദ്രൻ ദക്ഷ പ്രജാപതിയുടെ കഴുത്തറുത്ത ശേഷം വാള് ചുഴറ്റി എറിഞ്ഞു അത്രേ. ഇത് ചെന്ന് വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. മുതിരേരിക്കാവിൽ ഈ വാള് നിത്യവും പൂജിക്കാറുണ്ട്. പിന്നെ അഗ്നിവരവ് എന്ന ചടങ്ങാണ്. അത് കുറ്റ്യാടിയിൽ നിന്നുള്ള ഒരു മഠത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നീറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ 5 കർമ്മികൾ ചേർന്ന് പുണ്യാഹം തളിച്ച് ചോതി വിളക്ക് തെളിയിക്കുകയും ചെയ്യും. പിന്നെയാണ് നാളം തുറക്കൽ എന്ന ചടങ്ങ്. സ്വയംഭൂ ലിംഗത്തിന് മുകളിലുള്ള അഷ്ടബന്ധം നീക്കലാണ് ഈ ചടങ്ങ്. ഈ മണ്ണ് പിന്നെ ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകാറുണ്ട്. പിന്നെയാണ് ഭണ്ഡാരം എഴുന്നള്ളിപ്പ് എന്ന ചടങ്ങ്. സ്വർണം, വെള്ളി, പാത്രങ്ങള്, ആഭരണങ്ങള് എന്നിവയൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക. ഇത് സൂക്ഷിക്കാനും അവകാശികളായവർ ഉണ്ട്. ഈ ആഭരണം ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ഇതിനുശേഷമാണ് നെയ്യാട്ടം എന്ന ചടങ്ങ് നടക്കുന്നത്. ഇതിനുശേഷം മാത്രമേ അക്കരെ കൊട്ടിയൂർക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. നെയ്യാട്ടത്തിനുള്ള നെയ്യ് കൊണ്ടുവരേണ്ടത് നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. നെയ്യാട്ടം കഴിഞ്ഞാൽ പിന്നെ ഇളനീരാട്ടമായി. ഇത് മലബാറിലെ തന്നെ തീയ സമുദായക്കാരാണ് കൊണ്ടുവരുന്നത്. ഇതിനായി ഇവർ വിഷു മുതൽ തന്നെ വ്രതം ആരംഭിക്കാറുണ്ട്. വിളക്കുതിരി കൊണ്ടുവരുന്നത് വണ്ണത്താൻ എന്ന സമുദായക്കാരാണ്. ഭക്തർ വാവലിപ്പുഴയിൽ മുങ്ങി ആയിരക്കണക്കിന് ഇളനീരുകളാണ് ശിവലിംഗത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇത് പിറ്റേ ദിവസം മേൽശാന്തി ശിവലിംഗത്തിനു മേല് അഭിഷേകം ചെയ്യും. ഇതാണ് ഇളനീരാട്ടം എന്ന് പറഞ്ഞാൽ. കലശാട്ടത്തിനുള്ള കലങ്ങള് തലച്ചുമടായിട്ട് വ്രതാനുഷ്ഠാനത്തോടെ നല്ലൂരാന്മാരാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഈ താൽക്കാലികമായി നിർമ്മിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ അളവ് തിരിച്ചു നൽകാനുള്ള അധികാരം ആശാരിക്കാണ്. അതുപോലെ ചാക്യാർ അവതരിപ്പിക്കുന്ന മത്തവിലാസം കൂത്ത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവത്തിന്റെ ഒരുക്കം ആരംഭിക്കുന്നത് പണിയർ സമുദായത്തിൽ നിന്നാണ്. അവരാണ് വ്രതാനുഷ്ഠാനത്തോടെ ഈ ക്ഷേത്ര ഭൂമി വൃത്തിയാക്കുന്നത്. അതുപോലെ ക്ഷേത്ര മേൽക്കൂരയ്ക്കുള്ള ഞെട്ടിപ്പനയോല മെടയുന്നതും ഇവരാണ്. അതുപോലെ ഒറ്റപ്പിലാൻ, തൃക്കടാരി, മണാളൻ, ഓച്ചർ, കണക്കപ്പിള്ള ഇങ്ങനെ തുടങ്ങി അവകാശികളുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാം ഉത്സവം അവസാനിക്കുന്നതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇവർക്ക് താമസിക്കാനായിട്ടുള്ള പ്രത്യേകം കയ്യാലകളും ഇതിനു ചുറ്റും കാണുന്നതാണ്. രോഹിണി ആരാധന എന്നൊരു ചടങ്ങ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അവിടുത്തെ വലിയ നമ്പൂതിരി വിഗ്രഹത്തിന് പുഷ്പവൃഷ്ടി നടത്തിയിട്ട് ആലിംഗനം ചെയ്യും. കുറുമാത്തൂർ ഇല്ലത്തെ വലിയ നമ്പൂതിരിപ്പാട് 2 കൈകൾ കൊണ്ടും വിഗ്രഹത്തിനെ ചുറ്റിപ്പിടിച്ച് തല ചേർത്ത് നിൽക്കും. ഇത് സതീദേവി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ശ്രീ മഹാവിഷ്ണു സാന്ത്വനിപ്പിക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്ന ആ പൂജാരിയെ മഹാവിഷ്ണുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഒരു ഇത്തിരി പോലും ചലിക്കാതെ വിഷ്ണു സ്വരൂപനായിട്ടുള്ള അദ്ദേഹം സ്വയംഭൂവായ ആ ശിവലിംഗത്തെ ചേർത്ത് പിടിച്ച് എത്രയോ നേരം കിടക്കുമത്രേ. എഴുന്നേൽക്കുമ്പോൾ ദേവന്മാരുടെ പുഷ്പവൃഷ്ടിക്കൊത്ത പുഷ്പാഞ്ജലിയും ഉണ്ടാകും. ഇതാണ് രോഹിണി ആരാധനയുടെ ഭാഗമായ ആലിംഗന പുഷ്പാഞ്ജലി. മകം നാൾ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല. അപ്പോഴാണ് അഭിഷേക പൂജ, കലശപൂജ എന്നിവയൊക്കെ നടക്കുന്നത്. പിന്നെ ശ്രീകോവിൽ പൊളിച്ചു മാറ്റും. അത് കഴിഞ്ഞിട്ടാണ് കളഭാഭിഷേകം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃക്കലശാട്ടം നടക്കുന്നത്. അതോടെ ഉത്സവം സമാപിക്കുകയായി. പിന്നെ അടുത്ത വർഷം വരെ അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഈ വൈശാഖോത്സവം അവസാനിക്കുമ്പോഴും
പൂജകൾ മുഴുവനാകാൻ പാടില്ലത്രേ. ബാക്കിയായ ഈ പൂജകളിൽ നിന്നാണ് അടുത്ത വർഷത്തെ ഉത്സവം ആരംഭിക്കുന്നത്. ഈ വൈശാഖോത്സവത്തിന് എത്തുന്ന ഭക്തരുടെ ഒരു കൗതുകം തന്നെയാണ് ഓടപ്പൂവ്. ഇവിടെ ദർശനം നടത്തി മടങ്ങുന്ന ഭക്തർ ഒരു പ്രസാദം പോലെ കയ്യിൽ കരുതുന്നതാണ് ഈ ഓടപ്പൂവ്. ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ആ ദക്ഷയാഗത്തിന്റെ കഥയിലാണ് ഇരിക്കുന്നത്. ഭൂതഗണങ്ങളുടെ സേനാനായകനായിട്ടുള്ള വീരഭദ്രൻ ഭൃഗുമുനിയുടെ താടി പിഴുതെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞുല്ലോ. ആ താടിയെയാണ് ഇവിടെ ഓടപ്പൂവായിട്ട് സങ്കല്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഭൃഗുമുനിയാണത്രേ ഈ യാഗത്തിന് നേതൃത്വം നൽകിയിരുന്നതും. അതല്ല, ദക്ഷൻ യാഗത്തിനായിട്ട് ദീക്ഷ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ താടി ആദ്യം മുറിച്ച് വലിച്ചെറിഞ്ഞു. അതിനുശേഷമാണ് അത്ര ശിരസ്സറുത്തത്. അപ്പോൾ അതുകൊണ്ട് ദക്ഷന്റെ ആ ദീക്ഷയാണ് ആ ഓടപ്പൂവിന്റെ സങ്കല്പം എന്നും ഒരു അഭിപ്രായമുണ്ട്. അതുമല്ല, പണ്ട് ഇത്രയും വാഹന സൗകര്യം ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വരുന്ന ഭക്തര് ഓടത്തണ്ട് മുറിച്ചിട്ട് ഈ മല കയറി കാട്ടിനുള്ളിലൂടെ വരും. അത് വടി കുത്തിയിട്ടാണ് വന്നിരുന്നത്. അപ്പോ അങ്ങനെ നടന്ന് ആ വടിയുടെ അറ്റം ഒരു പൂ പോലെ വിടർന്നു എന്നും അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് കൊണ്ടുവരുന്നു. അതാണ് ഈ ഓടപ്പൂവിന്റെ ഐതിഹ്യം എന്നും അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. എന്താണെങ്കിലും ഈ ഓടപ്പൂവ് നിർമ്മിക്കാൻ ഇത്തിരി അധ്വാനമുള്ള പണി തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് അവിടെ കണ്ടപ്പോൾ. ഇത് വെള്ളത്തിലിട്ട് ചതച്ച് ചീകി എടുക്കുന്നതാണ് ഈ ഓടപ്പൂവായിട്ട് അവിടെ പോകുന്ന ഭക്തർ വാങ്ങി കൊണ്ടുവരുന്നത്. ഈ ഓടപ്പൂവിന് ക്ഷേത്രാചാരവുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഈ ഉത്സവത്തിന്റെ ഒരു പ്രധാന കൗതുകവും ആകർഷണവുമായി മാറിയിരിക്കുകയാണ് ഈ ഓടപ്പൂവ്. ആ സ്വയംഭൂവായ കൊട്ടിയൂർ പെരുമാളിന്റെ ദർശനപുണ്യം തേടി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ദക്ഷിണകാശി എന്ന് പ്രസിദ്ധിയാർജിച്ച കൊട്ടിയൂരെത്തുന്നത്. പ്രപഞ്ചശക്തിയുടെ പ്രവാഹ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഉത്തര കേരളത്തിന്റെ ചൈതന്യമായി നിലകൊള്ളുന്ന ഭൂതഗണങ്ങളുടെ നിത്യസാന്നിധ്യമുള്ള യാഗഭൂമിയായ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം ശരീരത്തെയും മനസ്സിനെയും ഊർജ്ജസ്വലവും നിർമ്മലവുമാക്കുന്നു.